സോളിറ്റ്യൂഡായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആൻ മനോജ്. അവർ ലേഡി ഓഫ് മേഴ്സി, കരുണയുടെ മാതാവ്. സെപ്റ്റംബർ 24 കാരുണ്യ മാതാവിൻ്റെ ദിനമായി തിരുസഭ മാതാവ് ആചരിക്കുന്നു. തടവിലാക്കപ്പെട്ടവരുടെ മോചനത്തിനായി ഒരു സഭ സ്ഥാപിക്കാൻ പരിശുദ്ധ അമ്മ വിശുദ്ധ സെന്റ് പീറ്റർ നൊലാസ്കോയ്ക്ക് ഒരു ദർശനം നൽകിക്കൊണ്ട് പറഞ്ഞു. കാരുണ്യമാത സഭ സ്ഥാപിച്ചുകൊണ്ട് തടവിലാക്കപ്പെട്ടവരുടെയും അടിമകളുടെയും മോചനത്തിനായി അമ്മയുടെ കാലഘട്ടത്താൽ പ്രവർത്തിച്ചു പോയി. ആയിരക്കണക്കിന് തടവുകാർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു എന്ന നേട്ടമുണ്ടായി. കാരുണ്യമാതാവ് വഴി ലഭിച്ച നേട്ടങ്ങൾക്ക് നന്ദി പറഞ്ഞതാണ് കാരുണ്യമാതാവിൻ്റെ തിരുനാൾ സഭയെ ആരംഭിച്ചത്. അവർ ലേഡി ഓഫ് മേഴ്സിയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത് കാരൻ സിംസൺ. വിമല ഹൃദയ മാതാവ്. മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ഫാത്തിമ സന്ദേശങ്ങളുടെ ഒരു ഭാഗമാണ്. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം തിരുസഭ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു. ലോക പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ആത്മാക്കൾ നരകത്തിൽ പോകുന്നത് തടയാനുള്ള രക്ഷാമാർഗവുമാണ് വിമല ഹൃദയ ഭക്തി. വിമല ഹൃദയ മാതാവായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് സാൻഡ്ര മരിയ ജിൻഡു. വല്ലാർപാടത്തമ്മ. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വല്ലാർപാടം ദ്വീപിലെ ഒരു ക്രിസ്തീയ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയാണ് വല്ലാർപാടത്തമ്മ. വിമോചനനാഥയായിട്ടാണ് കന്യകാമറിയത്തെ ഈ ദേവാലയത്തിൽ വണങ്ങുന്നത്. മത്സ്യബന്ധനം ഉപജീവനമാക്കിയ മനുഷ്യരുടെ ഒരിക്കലും പറ്റാത്ത പ്രതീക്ഷയാണ് ഉണ്ണീശോയെ കയ്യിലേന്തി നിൽക്കുന്ന ഈ മാതാവിൻ്റെ തിരുസ്വരൂപം. സെപ്റ്റംബർ 24 ഈ മാതാവിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നത്. വല്ലാർപാടത്തമ്മയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ശ്രേയ ജിൻഡു. റോസ മിസ്റ്റിക്ക മാതാവ്. 3 നിറത്തിലുള്ള പൂക്കൾ നെഞ്ചിൽ ചാർത്തി നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മാതാവ്. വെളുത്ത നിറം, ചുവന്ന നിറം, സ്വർണ്ണ നിറം. ഈ നിറങ്ങൾ 3 കാര്യങ്ങൾ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു: പ്രാർത്ഥന, പരിത്യാഗം, പാപപരിഹാരം. 1947 ഇറ്റലിയിലെ മൊണ്ടിച്ചിയാരി എന്ന സ്ഥലത്ത് ഗേറനാദില്ലി എന്ന ഒരു നഴ്സിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഭാവമാണിത്. പുരോഹിതർക്കും സന്യസ്തർക്കും വേണ്ടി എല്ലാ മാസവും 13-ാം തീയതി പ്രത്യേകമായി പ്രാർത്ഥിക്കാനും അമ്മ ആവശ്യപ്പെട്ടു.